രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ ഇന്നും നീതിമാന്റെ മാർഗം നൽകണേ. സ്കൂൾ പഠനകാലം മുതൽ സംസ്ഥാന സ്കൂൾ ഹയർ സെക്കൻഡറി കലോത്സവ വേദികളിൽ വിവിധ ആലാപന മത്സരങ്ങളിൽ വിജയിയായി സംഗീത കലാരംഗത്ത് തുടക്കം കുറിച്ച അശ്വതി എസ് നായരാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. ഒരു മിൻസാര പാർവയൻ വേഗം വേഗം ഉന്നോട് ഞാൻ കണ്ടുകൊണ്ടേ. ഒരു പെണ്ണോട് തോன்றிடும் താപം താപം എന്നോട് ഞാൻ കണ്ടുകൊണ്ടേ. എൻ്റെ പേര് അശ്വതി നായർ. ഞാൻ ഗായികയാണ്. ഞാൻ തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയാണ്. എൻ്റെ കലാരംഗത്തേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് സ്കൂൾ യുവജനോത്സവ വേദികളാണ്. 4ാം ക്ലാസ് മുതലാണ് ഞാൻ പാടാൻ തുടങ്ങിയത്. തുടക്കം എന്ന് പറയുന്നത് കൂട്ടുകാരൊക്കെ പാടി അവർ സമ്മാനങ്ങൾ വാങ്ങുന്നത് കണ്ടപ്പോൾ ആ ഒരു ഇഷ്ടമാണ്. എനിക്ക് സമ്മാനം വാങ്ങണം, എൻ്റെ പേര് അനൗൺസ് ചെയ്യണം, അങ്ങനെ കേൾക്കണം എന്നുള്ളൊരു ഇഷ്ടമാണ് എന്നെ പാടാനുള്ള എനിക്ക് തുടക്കം എന്ന് പറയുന്നത്. എൻ്റെ പാട്ട് ശരിക്കും അമ്മയും അച്ഛനാണ് ഞാൻ പാടും എന്നുള്ളത് കണ്ടുപിടിച്ചത്. പിന്നെ ടീച്ചേഴ്സ് ഒരുപാട് പേര് ഒരുപാട് ടീച്ചേഴ്സ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പാടി തുടങ്ങിയത് മുതൽ പിന്നെ കുറേ വേദികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗാനമേളയിലോട്ട് തുടങ്ങുന്നത് ഒരു 8ാം സ്റ്റാൻഡേർഡ് മുതലാണ് ഗാനമേളയ്ക്ക് പാടി തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് വേദികളിൽ പാടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മി ചേച്ചി, പിന്നെ വിജയ് യേശുദാസ്, അനുരാധ ശ്രീറാം, അങ്ങനെ ഒരുപാട് പ്രശസ്തരായ ഒരുപാട് ഗായകരുടെ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കൂടെ ദാസാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. പിന്നെ അങ്ങോട്ട് സിനിമയിൽ എല്ലാ ഗായകരെ പോലെ എനിക്കും സിനിമയിൽ പാടണം എന്നുള്ളൊരാഗ്രഹം തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പോൾ 2 സിനിമ പാടിയിട്ടുണ്ട്. ഒന്ന് നൊട്ടോറിയസ് ക്രിമിനൽ, കഴിഞ്ഞ 2 മാസം മുമ്പ് അതിൻ്റെ സോങ് റിലീസായിട്ടുണ്ട്. ഇപ്പോൾ ഇനി പുതിയത് ഈ വർഷം എനിക്കൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. NN ബൈജു സാറിൻ്റെ കോലത്തിന്മേൽ കോലം എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ 2 പാട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ്. ഞാൻ പാട്ടുകൾ പഠിച്ചു തുടങ്ങിയത് ആകാശവാണിയിലെയും ദൂരദർശനിലെയും പാട്ടുകൾ കേട്ടാണ് പഠിച്ചു തുടങ്ങിയത് ആദ്യം. അപ്പോൾ ഒരുപാട് നമുക്ക് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അന്നത്തെ കാലത്ത് വളരെയധികം ഇല്ലായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് പ്രയാസമുള്ള സമയമായിരുന്നു ആ സമയം. ഇപ്പോൾ നമുക്ക് ഏത് പാട്ട് വേണോ എപ്പോഴും വേണേൽ കേൾക്കാം. നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട് പാട്ടുകൾ. എപ്പോൾ വേണേൽ കേൾക്കാം, പഠിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അപ്പോഴും നല്ലൊരു ഗുരുവിനെ കിട്ടുക, അല്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഈ ആകാശവാണിയിലൂടെയൊക്കെ കേട്ട് ഒരു പാട്ട് തന്നെ അവർ പല ദിവസങ്ങളിലും കേൾപ്പിക്കും. അങ്ങനെ കേട്ട് പതുക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ വേദികളിൽ അത് പാടി സമ്മാനങ്ങൾ വാങ്ങാറുള്ളത്. അപ്പോൾ അത് അത്രയും കഠിനമായിരുന്നു ഒരു പാട്ടൊക്കെ പഠിച്ച് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ പഠിപ്പിച്ചു തരാനും അധികം ആരുമില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയതിന് ശേഷമാണ് എന്നെ ഒരു പഠിക്കാനായിട്ട് എത്തിച്ചത് ഗുരുവിൻ്റെ അടുത്ത്. അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഗാനമേളയ്ക്കൊക്കെ പാടി തുടങ്ങിയപ്പോൾ വലിയ സിംഗേഴ്സൊക്കെ വന്ന് പാടുമ്പോൾ എനിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട്, അവരെപ്പോലെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊക്കെ. അങ്ങനെയാണ് ഒരു സിനിമ വേണം, ഒരു സിനിമയിലെങ്കിലും പാടണം, അത് ഹിറ്റാവണം എന്നുള്ളൊരാഗ്രഹം തോന്നി തുടങ്ങിയത്. അതെൻ്റെ ചെറിയ ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആയ സമയത്താണ്. അങ്ങനെ ഗാനമേളയിലൊക്കെ പാടി പിന്നെ ഒരുപാട് വലിയ സിംഗേഴ്സിൻ്റെ കൂടെ പാടിയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടും, എനിക്ക് എന്നെക്കൊണ്ട് പറ്റും എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനുള്ള
തയ്യാറെടുപ്പുകളിലോട്ട് എനിക്ക് പാടണം, എൻ്റെ അമ്മയോടും അച്ഛനോടൊത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് സിനിമ കിട്ടിയില്ലായിരുന്നു. പിന്നെ റിയാലിറ്റി ഷോസ് വരുന്ന സമയമായിരുന്നു. പക്ഷേ ഞാനൊന്നും അതിലൊന്നും പങ്കെടുത്തിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല ഇതുവരെ. ഞാൻ പാടി നല്ലൊരു ലെവലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എൻ്റെ വിവാഹം. എന്നെ വിവാഹം കഴിച്ചത് സംഗീത സംവിധായകനും ഗായകനുമായ സഞ്ജീവ് ശ്രീനിവാസാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേദികളിൽ പാടി അങ്ങനെ വരുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖം ഉണ്ടാകുന്നത്. സ്ട്രോക്ക് വന്ന് കിടപ്പിലായിപ്പോയി. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ സംഗീത ജീവിതം ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി ചേരുന്ന അവസ്ഥയാണ് അപ്പോഴെനിക്കുണ്ടായത്. പിന്നെ ഒരു 6 വർഷത്തോളം കാലം എനിക്ക് എൻ്റെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഹസ്ബൻഡിൻ്റെ അസുഖവും അതിനിടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പോവേണ്ടി വന്നിട്ടുണ്ട്. കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ഡയാലിസിസിലായിരുന്നു. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്ത് വരുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് പ്രോഗ്രാംസിന് പോകാനോ പ്രോഗ്രാംസിൻ്റെ ഡേറ്റ് വാങ്ങാനോ എനിക്ക് കറക്റ്റായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സംഗീതം അവിടെ വെച്ച് നിന്ന് പോകുന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാനിതുവരെ അനുഭവിക്കാത്തൊരു അനുഭവമായിരുന്നു എനിക്കത്. കാരണം കിഡ്നിയൊക്കെ ഫെയിലിയറായിട്ട് ഡയാലിസിസ് 2 ദിവസത്തിലൊരിക്കൽ ഡയാലിസിസ് ചെയ്താണ് എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ഭീകരമായൊരു തുക തന്നെ അതിന് വേണമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പ്രോഗ്രാമിന് പോകുന്ന ആ ഒരു വരുമാനമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും സിംഗേഴ്സാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പം അമ്മയുടെ ഒരു ചെറിയ വരുമാനമൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് പിന്നെ കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ പിന്നെ പ്രോഗ്രാംസും അങ്ങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയൊരു ഭീകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ചേട്ടന് അസുഖം കൂടിയിട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അങ്ങനെ മരണശേഷം ആ സമയത്ത് തന്നെ കൊറോണ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം 2-3 വർഷം കൊറോണയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ കലാകാരന്മാർക്കുണ്ടായിരുന്നു. പ്രോഗ്രാംസൊക്കെ കുറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ മരണശേഷവും ഞാൻ ഈ പാട്ടിലോട്ട് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിൽ, കൊറോണ കാരണം കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിൽ, പ്രോഗ്രാംസൊന്നും കിട്ടാത്ത അവസ്ഥയിലിരിക്കുമായിരുന്നു. പിന്നെ കൊറോണയൊക്കെ മാറി ഞാൻ വീണ്ടും ചേട്ടൻ്റെ മരണശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ സംഗീത രംഗത്തേക്ക് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എനിക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ എനിക്ക് കൂടുതൽ ഒരു സിനിമയിൽ പാടണം, കൂടുതൽ സിനിമകളിൽ പാടണം. എന്നെ ഒരു കുറച്ച് പേര് അറിയുന്ന ഒരു സിംഗർ, ഞാനിവിടെ ജീവിച്ചിരുന്നു, ഞാനൊരു സിംഗറായിട്ട് ജീവിച്ചിരുന്നു എന്ന് അറിയപ്പെടണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ പുതിയൊരു സംഗീത ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ. കഴിഞ്ഞ 22 വർഷക്കാലമായി ഗാനമേള മെഗാ ഷോ വേദികളിൽ പ്രൊഫഷണൽ സിംഗർ എന്ന നിലയിൽ സജീവ സാന്നിധ്യമായ അശ്വതി 200ഓളം ഭക്തിഗാനങ്ങളടക്കം നിരവധി സംഗീത ആൽബങ്ങളിൽ ആലപിക്കുകയും 125-ലധികം വേദികളിൽ സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു വരികയും ചെയ്യുന്നു. ഞാൻ ദാസാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തരങ്കിണിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് സാറ് വരികയും ക്ലാസ്സിൽ കുറേ പേര് സീനിയേഴ്സായിരുന്നു. എൻ്റെ സീനിയേഴ്സാണ് എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണ് ഏറ്റവും ജൂനിയറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് എന്നെ മാത്രം പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പേരിരിക്കുന്ന ഒരു ക്ലാസ്സിൽ എന്നെ മാത്രം പാടിപ്പിച്ചിട്ട് എന്നെ ഒരുപാട് എനിക്ക് പ്രോത്സാഹനം തന്നു. എനിക്ക് ഒരുപാട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പാടാനുള്ള വലിയ കഴിവുണ്ട്, നിനക്ക് നല്ലൊരു ശബ്ദമുണ്ട്, ഒരിക്കലും ആരുടെ മുന്നിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് പ്രചോദനമൊക്കെ നൽകിയൊരു ക്ലാസ്സായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊരു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പാടുന്ന എൻ്റെ +2 പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഡിവോഷണൽ സോങ്സൊക്കെ പാടാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ദേവിയുടെ ഒരു ആൽബമാണ് പാടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു സ്റ്റുഡിയോ കാണുന്നത്, അവിടെ പോയി പാടുന്നതൊക്കെ. പക്ഷേ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞതുപോലെ എനിക്ക് പാടാൻ കഴിഞ്ഞു. അന്ന് എനിക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട്, പിന്നീട് ആ ഒരു റെക്കോർഡിങ്ങിന് പാടിയുള്ള ശീലം കൊണ്ട് സിനിമയിലോട്ട് വന്നപ്പോഴത്തേന് എനിക്കത് വളരെ പ്രചോദനകരമായിരുന്നു. ആ ഒരു റെക്കോർഡിങ്ങിന് പാടി വന്ന ആ ഒരു ശീലം കൊണ്ട് സാറ് പറഞ്ഞു തരുന്നതെല്ലാം എനിക്ക് പാടാൻ കഴിഞ്ഞു. സാധാരണ വേദികളിൽ പാടുന്നവർക്ക് റെക്കോർഡിങ്ങിന് പാടാൻ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാനും അങ്ങനെ തന്നെ കരുതി ഒരുപാട് പ്രയാസകരമായിരിക്കും എന്നൊക്കെ. പക്ഷേ എനിക്ക് പാടാൻ കഴിഞ്ഞു, റെക്കോർഡിങ്ങിന് പാടാൻ കഴിഞ്ഞു. അതിനുശേഷം സിനിമയിലോട്ട് വന്നപ്പോഴും എനിക്ക് റെക്കോർഡിങ്ങിന് പാടിയുള്ള ശീലം കൊണ്ട് അതും കുറച്ച്
വളരെ പ്രശ്നകരമായിട്ട് തോന്നിയില്ല, പ്രയാസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല, എന്നെപ്പോലത്തെ ഒരുപാട് പേര് കഴിവുണ്ടായിരുന്നിട്ടും എന്നെക്കാളും കഴിവുള്ളവർ ഒരുപാട് പേര് ഗാനമേളകളിൽ മാത്രം പാടി നിൽക്കുന്ന ആൾക്കാർ എനിക്കറിയാം, ഒരുപാട് പേര് പരിചയമുണ്ട്. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ചില ഷോസൊക്കെ കാണുമ്പം ഇവർ അപ്പം എത്രയോ കഴിവ് ഇല്ലാത്തവരെന്ന് പറയുന്നില്ല, അധികം ഇതിനേക്കാളും കഴിവുള്ളവർ മാറി നിൽക്കുമ്പോൾ അവർക്ക് ചാൻസ് ഇല്ലാത്ത സ്ഥലത്ത് അധികം കഴിവില്ലാത്തവർ കയറി പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമുക്ക് അവസരങ്ങൾ വരുന്നത്. എപ്പോഴും ചില സ്ഥലത്ത് നമ്മുടെ കഴിവിനനുസരിച്ച് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഇപ്പോൾ ഷോസ് ആണെങ്കിലും ഒരു മത്സരവേദികളിലാണെങ്കിലും കഴിവുള്ളവരെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ ഗുരുക്കന്മാർ, എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ഞാൻ ഒരുപാട് പേരെടുത്ത് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരൊക്കെ എത്രയോ കഴിവുള്ളവരാണ്, അവർക്കൊന്നും കിട്ടാത്ത ചാൻസ്, അവർ ഒരുപാട് പഠിച്ച് അവർ ജ്ഞാനമുള്ള ആൾക്കാർക്ക് അവരൊന്നും എത്തേണ്ടടുത്ത് അവരൊന്നും ആഗ്രഹിച്ചിടത്ത് എത്തിപ്പെടാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരുമാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിൻ്റെ മരണശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പ്രോഗ്രാമിന് പോകണം. പ്രോഗ്രാംസ് കിട്ടും, പക്ഷേ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ. എൻ്റെ അമ്മയച്ഛനും ഉണ്ട്, പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതി നല്ലതല്ലാത്തതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ദൂരങ്ങളുള്ള പ്രോഗ്രാംസ് പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊരു എൻ്റെ വളർച്ചയിൽ എന്നെ ഒരുപാട് ബാധിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ കൂടെ പിന്തുണയായിട്ട് ആരും ഇല്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ ഞാൻ പാടുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട്, നല്ല കോണ്ടാക്ട്സ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ചാൻസ് എന്ന് പറയുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ വഴിയാണ് എനിക്ക് കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമയിലോട്ടായാലും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ തന്നെയാണ് അതിലോട്ടുള്ള വഴി എനിക്ക് തുറന്നു തരുന്നത്. ഒരു മിൻസാര പാർവയൻ വേഗം വേഗം ഉന്നോട് ഞാൻ കണ്ടു കൊണ്ടേൻ, ഒരു പെണ്ണോട് തോன்றிடும் താപം താപം എന്നോട് ഞാൻ കണ്ടു കൊണ്ടേൻ, என்னை மறந்து விட்டேன், இந்த உலகத்தில் நான் இல்லை உன்னை இழந்து விட்டால் இந்த மலரிலும் தேனில்லை ഇത് കനവാ. ഗാനമേള വേദി എന്ന് പറയുന്നത് പല സ്ഥലത്തും പല വ്യത്യസ്തമായിരിക്കും. കാരണം ഒരേ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പല സ്ഥലത്തും പല ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഉള്ളത്. ഇപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര മെലഡീസ് ആസ്വദിക്കുന്നവരായിരിക്കും ഉള്ളത്, ചില സ്ഥലത്ത് അടിപൊളിയായിരിക്കും. ഇപ്പം മിക്കവാറും സ്ഥലത്ത് അടിപൊളി ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. അപ്പം ഞങ്ങളതിന് ഇപ്പോൾ കുറേ പാട്ടുകൾ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ എവിടെ ഏത് പാട്ടാണ് പാടേണ്ടത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും, വൈബ് എന്താണെന്നുള്ളത്. ആ വേദി ചെല്ലുമ്പോൾ ആ പാട്ട് തുടങ്ങുമ്പോൾ ആൾക്കാരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളൊരു ഇപ്പോൾ ഇത്രയും നാളുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഗാനമേളയിൽ പാടുമ്പോലല്ല നമ്മൾ റെക്കോർഡിങ്ങിന് പോകുന്നത്. അവിടെ നമുക്ക് റെക്കോർഡിങ് സ്ഥലത്ത് നമുക്ക് നമ്മുടേതായ ഒരു വോയിസ് വേണം. എന്നാൽ കാരണം നമ്മളെ പാട്ട് വേറെ, ഇപ്പോൾ സിനിമയിലൊക്കെ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിക്കും അവർക്ക് അവരുടേതായൊരു ശബ്ദമുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർക്ക് നിൽക്കാൻ പറ്റുന്നത്. അവരുടെ കഴിവും അവരുടെ ശബ്ദമാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഇപ്പോൾ യേശുദാസിനെ പോലെ പാടുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ യേശുദാസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗാനമേളയ്ക്ക് പോകുമ്പം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അവരുടെ ശബ്ദത്തിൽ, ഇപ്പോൾ പാടിയേക്കുന്ന ആൾ പാടുന്ന ശബ്ദത്തിൽ തന്നെ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ ഞാൻ കൂടുതലും അത് പാടിയിരിക്കുന്ന ആൾ എങ്ങനെ പാടിയിരിക്കുന്നു അതിൻ്റെ ഒരു 80 അല്ലെങ്കിൽ ഒരു 50% എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത്രയും കൊടുത്ത് തന്നെ പാടാൻ ശ്രമിക്കും. പക്ഷേ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എൻ്റേതായ ശൈലിയിൽ പാടാനും ഞാൻ ശ്രമിക്കാറുണ്ട്.
ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെ ഒരു 1.5-2 വർഷത്തോളം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായി. ആ സമയത്ത് പാടാൻ ഇപ്പോൾ സ്വപ്നസുന്ദരി ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ചേച്ചി പറയുമോ എൻ്റെ അടുത്ത്, മോള് ആ പാട്ട് പാടുമോ, ഞാൻ കൂടെ നിൽക്കാം, എനിക്ക് പാടാൻ പറ്റാത്ത, എനിക്ക് തൊണ്ട അത്രയും പ്രശ്നമായതുകൊണ്ടാണ്. കാരണം ചേച്ചി ഭയങ്കര കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ചേച്ചി പാടിയ പാട്ട് ഞാൻ പാടി ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി എൻ്റെ കൂടെ വന്ന് കോറസ് പാടാൻ നിൽക്കും. ഒരു ആർട്ടിസ്റ്റും ചെയ്യാത്തൊരു കാര്യമാണ് ചേച്ചി അന്ന് ചെയ്തത്. ഞാൻ പാടുമ്പോൾ അതിൽ സ്വപ്നസുന്ദരിയിൽ കുറച്ച് കോറസ് ഉണ്ട്, എൻ്റെ കൂടെ പാടാൻ വന്നത്. പക്ഷേ ചേച്ചി പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് ചില സ്ഥലത്ത് പ്രശ്നം വരും എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കാം. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കുമെന്ന് പറഞ്ഞു മൈക്ക് തന്നു, ചേച്ചി എൻ്റെ കൂടെ നിന്നു പാടി. അത് വലിയൊരു അനുഭവമാണ്. അത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചേച്ചി ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. ചേച്ചി അങ്ങനെ പലരും അങ്ങനെ ചെയ്യാത്തവരുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ സിംഗേഴ്സ് പോലും അവരുടെ പാട്ടുകൾ അല്ലെങ്കിൽ ഒരു ഹിറ്റ് പാട്ട് വരുമ്പോഴത്തേനും അത് അവർ തന്നെ പാടും എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ചേച്ചി പാടിയൊരു പാട്ട് ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അത് എന്നെ കൊണ്ട് പഠിപ്പിച്ചത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടത്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ പാടാൻ തുടങ്ങിയ, ഞാൻ പറഞ്ഞല്ലോ അനുഭവം. അപ്പോൾ കുഞ്ഞുനാളിൽ പാടാനൊക്കെ പോകുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ എൻ്റെ കൂടെ വരാറുണ്ട്. അപ്പോൾ അമ്മ വലിയ ഫ്ലാസ്കിൽ ഇങ്ങനെ കട്ടൻ കാപ്പിയും പിന്നെ ചൂടുവെള്ളമൊക്കെ കൊണ്ട് എൻ്റെ കൂടെ വരാറുണ്ട്. ഞാനിങ്ങനെ മാസ്കൊക്കെ ഇട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കാറ്റ് കയറാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കും, എൻ്റെ ശബ്ദത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് എൻ്റെ ശബ്ദത്തിന് അങ്ങനെ കൂടുതൽ കെയർ മീൻസ് ഒരുപാട് ഇങ്ങനെ പച്ചവെള്ളം കുടിക്കാതിരിക്കുക, ഐസ്ക്രീം കുടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ കുടിക്കാതിരുന്നിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പച്ചവെള്ളം കുടിക്കാറുണ്ട്, ഐസ്ക്രീം കഴിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ശബ്ദത്തിന് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട്, പാടുന്നതിന് മുന്നേ വരെ ഞാൻ ഐസ്ക്രീം കഴിക്കലുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ദൈവം നമുക്ക് നേരിട്ട് തന്ന കഴിവ്, എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവമാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, എത്ര സമയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമുക്ക് തൊണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കെയർ. നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് പാടാനും ഏറ്റവും കൂടുതൽ ഈസി ആയിരിക്കും. ഏത് സിറ്റുവേഷനിലും, ഇപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഏത് സമയത്തും പാടണമെങ്കിൽ നമ്മുടെ തൊണ്ട അത്രയ്ക്കും പാടി പ്രാക്ടീസ് ചെയ്ത് ഏത് ലെവലിലും പാടാൻ പറ്റുന്ന അവസ്ഥയിൽ കൊണ്ട് എത്തിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് രാവിലെയും വൈകുന്നേരങ്ങളിലും ഞാൻ പ്രാക്ടീസ് ചെയ്യലുണ്ട്, രാവിലെ പ്രാക്ടീസ് ചെയ്യലുണ്ട്, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പാടാറുണ്ട്. അപ്പം ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ പാട്ട് പഠിക്കാനും എൻ്റെ പ്രോഗ്രാംസ്, ഇപ്പോൾ അടുത്തുള്ള പ്രോഗ്രാംസിനൊക്കെ അപ്പോഴും ഞാൻ പോയിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ നമുക്ക് പൈസ തന്നെ വേണം. ആ സമയത്ത് ഇത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരെ നോക്കണം. അപ്പം ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് വരുമാനം തികയാതെ വന്ന സമയത്ത് ഞാൻ യൂബർ ഈറ്റ്സിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏത് ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ, എനിക്ക് അങ്ങനെ ചെയ്ത് എൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റിയല്ലോ, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഒരു അഭിമാനം എനിക്കിപ്പോൾ അത് ചെയ്ത് ആ സമയത്ത് എനിക്ക് സങ്കടം ആയിരുന്നു ഭയങ്കര. ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് ഞാൻ അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്തല്ലോ, എനിക്ക് എപ്പോഴും എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കത് അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കുടുംബം ആണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ പാട്ടും വലുതാണ്, കുടുംബവും വലുതാണ്. എൻ്റെ പാട്ടിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അവസരങ്ങൾ എനിക്കൊരു പരിമിതിയുണ്ട്. എൻ്റെ കുടുംബത്തിനെ നോക്കിയിട്ടാണ് എൻ്റെ കാര്യം. ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ എൻ്റെ കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിക്കാത്തത്. അതിനോട്ട് പോകാനൊരു സമയം എനിക്ക് അധികമില്ല. അപ്പോൾ എൻ്റെ കുടുംബത്തിനെ നോക്കുന്നതിനിടയിൽ എൻ്റെയും കാര്യം. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സംഗീത ജീവിതം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സിനിമ തന്നെയാണ്. കൂടുതലൊന്നും വേണ്ട, ഒരു 10 സോങ് എൻ്റേതായിട്ട് എനിക്ക് ഹിറ്റായിട്ടൊരു 10 സോങ്, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് NN ബൈജു സാറിൻ്റെ കോലത്തിന്മേൽ കോലം അതാണ് പറഞ്ഞിരിക്കുന്നത്, 2 പാട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ എനിക്ക് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സംഗീത ലോകത്ത് അറിയപ്പെടുന്ന ഒരു സിംഗറായി ജീവിക്കണം, സിംഗറായിട്ട് മരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷകളിലും പുതിയ അവസരങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷകളിലാണ് ഞാൻ ഭാവിയിലേക്ക്, എൻ്റെ സംഗീത ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കൺമണി
அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உண்டான காயமெங்கும் தன்னால ஆறிப்போன மாயம் என்ன பொன்மானே பொன்மானே. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காத சிந்தேனே. எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. எந்தன் சோகம் உன்னை தாக்கும் இன்னென்றும் போது வந்த அழுகை நின்றது. மனிதன் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. சிவகாமி லாலே லாலே லாலே, அபிராமி லாலே லாலே லாலே. ஓஹோ லால லா 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 லா.